ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതിൽ കോൺഗ്രസിൽ പുനരാലോചന. സഖ്യത്തെപ്പറ്റി പ്രവർത്തകരുടെ അഭിപ്രായം തേടി സംസ്ഥാനത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പി.സി. ചാക്കോ ശബ്ദ സന്ദേശം അയച്ചു. സഖ്യം വേണ്ടെന്ന് ഷീല ദീക്ഷിത് അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് ഈ പുനരാലോചനയ്ക്കുണ്ടായ സാഹചര്യങ്ങൾ? എങ്ങനെയൊക്കെയാണ് പുനരാലോചിക്കുന്നത്? ഗോപി, ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം വീണ്ടും പരിശോധിക്കുകയാണ്. നേരത്തെ പലതരങ്ങളിൽ ചർച്ച നടന്നിരുന്നെങ്കിലും ഒന്നും സമവായത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. സംസ്ഥാന പാർട്ടി അധ്യക്ഷ ഷീല ദീക്ഷിതും സംസ്ഥാന നേതാക്കളും വളരെ ശക്തമായി ആപ്പുമായി സഖ്യം വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നാണ് അവർ വിശദീകരിച്ചിരുന്നത്. അതിനുശേഷം അവർ തന്നെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പുനരാലോചന സജീവമായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആപ്പായ ശക്തി ആപ്പിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പി.സി. ചാക്കോ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ആരായുകയാണ് സഖ്യം സംബന്ധിച്ച്. ആപ്പുമായി സഖ്യമുണ്ടാക്കുന്നതിൽ പാർട്ടി പ്രവർത്തകർ ഇന്ന് വൈകിട്ടിനകം നിലപാട് അറിയിക്കണം, തീരുമാനം അവരുടെ അഭിപ്രായം അറിയിക്കണമെന്നാണ് ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്തുള്ള സഖ്യ നീക്കം. ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ സഖ്യത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ചർച്ച വീണ്ടും സജീവമാക്കും. 3 സീറ്റുകൾ ആപ്പിനും 3 കോൺഗ്രസിനും 1 ഇരു പാർട്ടികൾക്കും അംഗീകാരമുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഈ രീതിയിലുള്ള ഒരു ഫോർമുലയിന്മേലാണ് ചർച്ച നടക്കുക അങ്ങനെയാണെങ്കിൽ. ശരി.